Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Ma'am. Okay, we can start. Who is going to do prayer? Ma'am, ഞാൻ ചെയ്യാം. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാം. വിജ്ഞാനമേകും നിറകതിർത്തൂകാൻ കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. Okay. What's next? Sign in ചെയ്യാം. Trust is like glass, once broken it will never be the same again. Sign in by Pranisha. അല്ലേ അത്? Sign in ആണോ? Sign in മാം ചെയ്യും. Sign in means you have to welcome the class, you have to greet everyone. എല്ലാരെയും wish ചെയ്യണം, ക്ലാസ്സിനെ വെൽക്കം ചെയ്യണം. അതൊരു റിഥമിക് ടോണിലായിരിക്കണം. ത്രൂ വൺ ആക്ഷൻ സോങ് അല്ലെങ്കിൽ you can do any actions. അങ്ങനെയൊക്കെയാണ് സൈൻ ഇൻ. ഓക്കെ, നിങ്ങൾ കണ്ടിട്ടില്ലേ സ്റ്റേജ് പ്രോഗ്രാമില് ആങ്കേഴ്സ് ഒക്കെ ഓഡിയൻസിനെയും അതുപോലെ തന്നെ എല്ലാരെയും ഗ്രീറ്റ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ ക്ലാസ്സിനെ ഇൻവൈറ്റ് ചെയ്യുവാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ സൈൻ ഔട്ട് ചെയ്യുമ്പോൾ വെൽക്കം പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് ബൈ പറയുന്നത് ഇതാണ്. താങ്ക് യു പറഞ്ഞിട്ടൊക്കെ പോകും. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ വാട്ട്സ് നെക്സ്റ്റ്? കഴിഞ്ഞോ? കഴിഞ്ഞ ഒന്നും ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടില്ല, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. Okay. Okay, so where were we? റിയാലിറ്റി ആൻഡ് നേച്ചർ അവിടെ എടുക്കണം. Okay. Reality of nature എന്ന് പറയുമ്പോൾ ഏത് യൂണിറ്റ് ആയിരുന്നു? സെൽഫ് കൺസ്ട്രക്ഷൻ ആണോ? അല്ല, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് 7 സെൽഫ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞോ? അത് കഴിഞ്ഞു. അതിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരണോ അല്ലേ?
ഓക്കെ, അപ്പൊ നിങ്ങൾക്കും ഏതാണ്ട് പോർഷൻസ് ഒക്കെ തീരാറായോ? പാർട്ട് 4 എടുത്തോണ്ടിരിക്കുന്നുണ്ടോ? പാർട്ട് 4 എടുക്കുന്നുണ്ടോ? എടുക്കുന്നുണ്ട്. പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്തു. ആതിര മിസ് എടുക്കുന്നുണ്ട്. സോ മേ ബി മെയ് ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും മോഡ്യൂൾ 1 കഴിയുമായിരിക്കും തോന്നുന്നു. സോ മോഡൽ എക്സാമിന്റെ ടൈം ആകും. കാരണം MT4കാർക്ക് ഇപ്പൊ മോഡൽ എക്സാം നടക്കുക. മോഡൽ എക്സാം ആണോ അതോ മൊഡ്യൂൾ എക്സാം ആണോ? മോഡൽ എക്സാം ആവുമ്പോ ഇംഗ്ലീഷിന്റെയും കൂടി പേപ്പർ ഉണ്ടാവൂലേ? ഉണ്ടാകും. മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉമാണ് മോഡൽ എക്സാം. 7 സബ്ജക്ട്സ്. നിങ്ങൾക്ക് സബ്ജക്ട് ഡിവൈഡ് ചെയ്ത് തന്നിട്ടില്ലേ? യെസ് മാം, തന്നിട്ട്. ആ സബ്ജക്ട് ഡിവിഷൻ അനുസരിച്ചുള്ള എക്സാം. 7 സബ്ജക്ട്സ്. മോഡൽ എക്സാം ആണല്ലേ, മൊഡ്യൂൾ എക്സാം അല്ല. ഈ പാർട്ട് 1 ഈ പാർട്ട് 4 വരെയുള്ളതല്ല. ഓക്കെ. അതായത് മോഡ്യൂൾ 1ലെ 6 സബ്ജക്റ്റും മോഡ്യൂൾ 2 ഒരു സബ്ജക്ട്, ഇംഗ്ലീഷ് ഒരു സബ്ജക്ട്, അങ്ങനെ 7 സബ്ജക്ട്സ്. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയി മിസ്സേ. 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 100 മാർക്സ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്സ് വെച്ചിട്ടായിരിക്കും. 1 അവർ. മെയ് ലാസ്റ്റ് ആണോ വരിക മാം മോഡൽ എക്സാം? ലാസ്റ്റ് ഞാനൊരു ഉദ്ദേശം പറഞ്ഞതാണ്, വേറെ ഒന്നുമില്ല. നിങ്ങളുടെ ടോപ്പിക് തീരുവാണെങ്കിൽ, ടോപ്പിക് തീർന്ന 1 വീക്കോ അല്ലെങ്കിൽ 10 days ഒക്കെ കഴിയുമ്പോഴായിരിക്കും മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഒരു റെക്കോർഡും കൂടി ഉണ്ട് എഴുതാനായിട്ട്. 5th റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. 5th റെക്കോർഡ് ഏതാ? 5th 1 ആണോ പറഞ്ഞേ? അതെ മാം. ലാസ്റ്റ് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് മോഡ്യൂൾ 3 തുടങ്ങുമ്പോഴേ അത് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരുള്ളൂ. മോഡ്യൂൾ 3 പ്രാക്ടിക്കൽ സെഷൻ ആണ്. മോഡ്യൂൾ 3 തുടങ്ങുമ്പോഴാണ് ലാസ്റ്റ് റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തരുള്ളൂ. ഓക്കെ ഓക്കെ മാം. അത് റെക്കോർഡ് അങ്ങനെ തന്നെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്ത് തരും. യു ജസ്റ്റ് ഹൗ ടു കോപ്പി ഡൗൺ. ദാറ്റ്സ് ഓൺലി. പ്രാക്ടിക്കൽ ക്ലാസ് അത് എക്സാം കഴിഞ്ഞിട്ടാവോ? മോഡൽ എക്സാമിന് ശേഷമാവോ പ്രാക്ടിക്കൽ ക്ലാസ്? MT4കാർക്ക് ജസ്റ്റ് 1-2 ക്ലാസ് കഴിഞ്ഞപ്പോഴായിരുന്നു മോഡൽ എക്സാം. അത് ഡിപ്പെൻസ് എങ്ങനെയാണോ ടൈം വരുന്നത് എന്നുള്ളതനുസരിച്ച്. ഓക്കെ. എനിവേ ഓൺലൈനിലെ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടുള്ളത് കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, റിയാലിറ്റി ആൻഡ് നേച്ചർ, റൈറ്റ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നോ റിയാലിറ്റി ആൻഡ് നേച്ചർ? ഇല്ല മിസ്സേ, സ്ട്രക്ചർ നമ്മള് ഫസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞിട്ടല്ലോ. യെസ്, ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെറ്റീരിയലിൽ PDF മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. MT5 ഡേറ്റ് ഒക്കെ ഇട്ടിട്ട് മാർക്ക് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ റിയാലിറ്റി ആൻഡ് നേച്ചർ നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആരാ അതൊന്ന് റീഡ് ചെയ്യാം? ഫസ്റ്റ് പാരഗ്രാഫ് ഓൺലി. ഫസ്റ്റ് 2 പാരഗ്രാഫ്സ്, 2 പാരഗ്രാഫ്സ്. അരുലേ? Reality and nature. Montessori had a wide respect and veneration for nature. She believed that we should use nature to inspire children. She continually suggested that Montessori teachers take the children out into nature rather than keeping them restricted in a classroom. This is why natural materials are preferred in the restricted in the class prepared surrounding. Real wood, reeds, bamboo, metal, cotton and glass are referred to synthetics or plastics. So the Montessori environment is based on reality and nature. The child must have the opportunity to internalize the limits of nature and reality. If he is to be free from his fantasy and illusion, both physical and psychological. Only in this way can he develop self-discipline and security, the necessity to explore his external and internal works, and to become an active and grateful observer of life.
Thank you, ma'am. Next paragraph also, 2 paragraphs. അടുത്തത് വായിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വായിച്ചാലും മതി. Yes, ma'am, വായിക്കാം. The Montessori materials are based on the concept of reality. Real glasses are used for juice and knives for cutting fruits and vegetables. One piece of each type of equipment will be there in the Montessori classroom. Because children do not have an alternative, they learn to wait for their turn. According to Maria Montessori, man belongs to nature, and especially so when he is a child, he must draw from in the forces necessary to the development of the body and of the spirit. Okay, so reality and nature. Montessori environment and then it is very much connected with nature and reality. നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടെയുള്ള എക്യുപ്മെന്റ്സ്, മെറ്റീരിയൽസ് എല്ലാം റിയൽ ആയിരിക്കും. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നുമില്ല, സിന്തറ്റിക് ആയിട്ട് ഒന്നുമില്ല, എല്ലാം റിയൽ ആയിട്ടുള്ളതായിരിക്കും. മോണ്ടിസോറിക്ക് ശരിക്കും നേച്ചറിനോടൊരു ഒരു റെസ്പെക്ട്, വെനറേഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് റെസ്പെക്ട് തന്നെയാണ്. നമ്മൾ ഭക്തി ബഹുമാനം എന്ന് മലയാളത്തിലൊക്കെ ഇതിൽ പറയില്ലേ, സോ അതുപോലെ അങ്ങനെ നേച്ചറിനോട് വളരെയധികം റെസ്പെക്ട് ഉണ്ടായിരുന്നു. അപ്പം മോണ്ടിസോറി പറയുന്നത് നേച്ചർ കുട്ടികളെ ഇൻസ്പയർ ചെയ്യും. കുട്ടികൾക്ക് എപ്പോഴും പുറത്തു പോകാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ, കുഞ്ഞായിരിക്കും മണ്ണി കളിക്കുക, വെള്ളത്തിൽ കളിക്കുക. അപ്പം നേച്ചറുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യണം തന്നെയാണ് മോണ്ടിസോറി പറയുന്നത്. നേച്ചർ ഇൻസ്പയർ ചെയ്യുന്ന പറയുന്നത് കുട്ടികൾ. അപ്പൊ കണ്ടിന്യൂസ്ലി സജസ്റ്റ് ചെയ്യും കുട്ടികളെ എപ്പോഴും പുറത്തേക്ക് കൊണ്ടുപോകണം. അവരെ വീടിനകത്ത് തന്നെ അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ക്ലാസ് റൂമിൽ ഒരു പീരീഡ് ഒക്കെ ഉള്ള എത്ര സമയം അവർ ആ ഒരു സീറ്റിൽ തന്നെ ഇരിക്കല്ലേ, ആ രീതിയിലാക്കാതെ അവരെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ യൂസ് ചെയ്യുന്നത്. ഫർണിച്ചേഴ്സ് ആണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടായിരിക്കും ആ ഒരു മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. അവിടെ പല രീതിയിലുള്ള വുഡൻ, അതായത് വുഡ് ഫൈൻ വുഡ് ഒക്കെ ആയിരിക്കും. ലൈക്ക് മുള, റീഡ് എന്ന് പറയുന്നത് മുള പോലെ ഇങ്ങനെ ഹോളോ ഭാഗം വരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഉള്ളിങ്ങനെ പൊള്ളയായിട്ട് വരുന്നത് തന്നെയാണ് റീഡ് എന്ന് പറയുന്നത്. ഭയങ്കര വെയിറ്റ് ഉള്ള വുഡൊന്നും അല്ലാതെ നല്ല ഫൈൻ ആയിട്ടുള്ള വുഡൻ പീസസ്, അങ്ങനെയുള്ള റിയൽ വുഡ്. അതുപോലെ തന്നെ റീഡ് എന്ന് പറയുന്നത് മുള പോലെ തന്നെയുള്ളത്, ബാംബു പോലെ തന്നെയുള്ളതാണ്. പിന്നെ മെറ്റൽസ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, കോട്ടൺ ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലാസ്. ഇതെല്ലാമാണ് ആ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഉള്ളത്. സിന്തറ്റിക്സോ പ്ലാസ്റ്റിക്കോ അങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും തന്നെയില്ല. മോണ്ടിസോറി എൻവയോൺമെന്റ് റിയാലിറ്റിയും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. മോണ്ടിസോറി എൻവയോൺമെന്റ് കുട്ടികൾക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണ്, അവരുടെ നേച്ചറും അതുപോലെ തന്നെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് അവർക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ ഫ്രീ ആയിട്ട് നേച്ചറുമായിട്ടൊക്കെ വിടുവാണെങ്കിൽ അവര് എന്തായാലും ഫാന്റസി അവര് അസ്യൂം ചെയ്ത് ഇമാജിൻ ചെയ്ത് അങ്ങനെയുള്ള രീതിയിൽ അവർ പോകില്ല. അവർ അതിൽ നിന്നൊക്കെ ഫ്രീ ആകും. കാരണം അവരെപ്പോഴും റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അവർക്ക് ഫാന്റസി വേൾഡിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. അത് ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ടും, ശാരീരികമായിട്ടും മാനസികമായിട്ടും. അങ്ങനെ അവരിൽ സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുവാണ്. നമുക്ക് കാണാം ഓരോ ആക്ടിവിറ്റീസ് അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ വളരെ കോൺസെൻട്രേഷനോടുകൂടി അടങ്ങി ഒതുങ്ങിയിരുന്ന് എത്ര മണിക്കൂറുകളോ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്തും അവർ ചെയ്യും. അതുപോലെ തന്നെ കുട്ടിയുടെ ഇന്റേണൽ എക്സ്റ്റേണൽ വേൾഡും എല്ലാം എക്സ്പ്ലോർ ചെയ്യുവാണ്. അവർ അങ്ങനെ മനസ്സിലാക്കണം എന്നാ പറയാ. വീടിനകത്ത് അടച്ചിട്ടോ ക്ലാസ് റൂമിൽ അടച്ചിട്ടോ കുട്ടികളെ വളർത്തരുത്. അവരെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യണം തന്നെയാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അവര് ലൈഫിനെ എങ്ങനെ നോക്കിക്കാണുന്നു കുട്ടികൾ. അവരെല്ലാം കണ്ട് എല്ലാം മനസ്സിലാക്കി ഇതെല്ലാം തന്നെ ചെയ്ത് ഇപ്പൊ ലൈഫ് സ്കിൽസ് അവർക്ക് കിട്ടുവാണ് ഫ്രം ദിസ് നേച്ചർ. കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പൊ വാട്ടർ പോറിങ്, ചെടി നനയ്ക്കുക, ചെടി നടുക, അങ്ങനെയുള്ളത്, അങ്ങനെ പല കാര്യങ്ങളും, എല്ലാം മണ്ണ് കുഴയ്ക്കുക, അങ്ങനെ പല കാര്യങ്ങളും അവരറിയുവാണ്. പിന്നെ റിയാലിറ്റി എന്നുള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മോണ്ടിസോറി മെറ്റീരിയൽസ്. ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല, ഫാന്റസി അല്ല, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. റിയൽ ഗ്ലാസസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടില് ഗ്ലാസ് കുട്ടികൾക്ക് കൊടുക്കില്ല, പൊട്ടും. അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലേറ്റ്സും കൊടുക്കില്ല, അതും പൊട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, ഗ്ലാസ് മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ ആകുമ്പോൾ അവരതുമായിട്ട് യൂസ്ഡ് ആകും. അത് നല്ലപോലെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർ പഠിക്കും. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യാൻ കത്തി നമ്മൾ പേടിച്ചിട്ട് കുട്ടികൾക്ക് പലപ്പോഴും കൊടുക്കാറില്ല അല്ലെ. അത് കൊടുക്കുമ്പോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്യാൻ അവരത് ശ്രദ്ധിക്കും. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ കൈ മുറിയാറില്ലേ.
അഡൾട്ട് ആയിട്ട് കൂടി. അപ്പൊ കുഞ്ഞുങ്ങള് അവര് ഭയങ്കര കോൺസെൻട്രേഷൻ, നമ്മളെക്കാൾ കൂടുതൽ ശ്രദ്ധ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റില് ഇതുപോലൊരു ഏരിയ ഉണ്ട്, പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. നമ്മളുടെ കിച്ചൺ പോലെ തന്നെ അവിടെ ഇതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്യാനുള്ള കത്തി, ലെമൺ ജ്യൂസ് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളും ഗ്ലാസും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അവർക്ക് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. കത്തി തന്നെ ഉപയോഗിക്കണം, ഗ്ലാസിന് പകരം അവർക്ക് അവിടെ സ്റ്റീലോ അങ്ങനെയൊന്നുമില്ല. സോ അവർക്ക് അതുകൊണ്ട് അവരത് ഉപയോഗിക്കാനായിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നെ ഭയങ്കര ഇത് ലാവിഷായിട്ട് ഈ സാധനങ്ങളും അവിടെ കീപ്പ് ചെയ്യില്ല. അത് 10 കുട്ടികളുണ്ടെങ്കിൽ 10 എന്നുള്ള രീതിയിലൊന്നും എല്ലാ മെറ്റീരിയൽസും വയ്ക്കില്ല. മേ ബി 2 അല്ലെങ്കിൽ 3 സെറ്റ്സ്. കാരണം കുട്ടികള് പേഷ്യൻസ് അവരിൽ തന്നെ ജനറേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ വെയിറ്റ് ചെയ്യും, സ്വന്തം ടേൺ ആവുന്നവരെ അവരിങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ അത് ആദ്യമേ അവർ ശീലിക്കുമ്പോൾ അവർക്കത് ഞാൻ എന്റെ ടേൺ ആവണ വരെയും ഞാൻ വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരു തോട്ട് വരും. അതേസമയം നമ്മളുടെ വീട്ടില് ഇത് പറയുന്ന പോലെ നമ്മൾ ഷെയറിങ്, ഇപ്പൊ നമ്മൾ 2 എന്താ പറയാ ഡയറി മിൽക്കോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരുന്നു, നമ്മുടെ വീട്ടില് 2 കുട്ടികളുണ്ടെങ്കിലും ഒരെണ്ണം മാറ്റി വെക്കുക, കാണിക്കരുത്. ഒരെണ്ണം കൊടുത്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ വായിലും കൊണ്ടുവന്ന ഒരു കഷ്ണം കൊണ്ടുവച്ച് തന്നാലും കഴിക്കുക, വേണ്ടെന്ന് പറയണ്ട. ഡയബറ്റിക് ആയിട്ടുള്ളവർ അതിനനുസരിച്ച് ഡീൽ ചെയ്യും, അല്ലാത്തവർ ഓക്കെ. കാരണം അങ്ങനെ ഷെയറിങ് അവിടെ നടക്കുന്നു. അതേസമയം 2 പേർക്ക് ഓരോന്ന് കൊടുത്തു, 2 പേരും 2 മൂലയിൽ പോയിരുന്ന് കഴിക്കുന്നു, അവിടെ അവിടെ ഷെയറിങ് നടക്കുന്നത്. പിന്നീട് മറ്റേതെടുക്കാം, പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം മറ്റേതെടുത്ത് കൊടുത്താൽ മതി. 2 ആ 2 പേരുടെ ആയിട്ട് കൊടുക്കുമ്പോൾ അവരുടെ നല്ല ആവശ്യമാണ്, എനിക്കെല്ലാം കിട്ടും മുഴുവനായിട്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും അവരുടെ ആ ഒരു ഷെയറിങ് അത് വരും, ആ ഒരു പേഷ്യൻസ് അവർ കാണിക്കും, അവരിലൊരു ഡിസിപ്ലിൻ ഫോം ചെയ്യും, ഒരു ഓർഡർ ഫോം ചെയ്യും. എനിക്ക് എന്ത് കിട്ടിയാലും ഞാൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യണമെന്ന് അതും വരും. മോണ്ടിസോറി പറയുന്നത് മാൻ ബിലോങ്സ് ടു നേച്ചർ. നമുക്കറിയാം നമ്മളുടെ ആൻസിസ്റ്റേഴ്സ് അങ്ങനെയായിരുന്നു അല്ലെ, നേച്ചറുമായിട്ട് കണക്ട് ചെയ്തായിരുന്നു അവർ ജീവിച്ചിരുന്നത്, അതുമായിട്ട് അഡാപ്റ്റഡ് ആയിരുന്നു അവർ, പൊരുത്തപ്പെട്ടു പോയിരുന്നു. അതുപോലെ തന്നെയാണ് കുട്ടികളും. കുട്ടിയുടെ ഡെവലപ്മെന്റിന് വേണ്ടുന്നതെല്ലാം കിട്ടുന്നത് ഈ നേച്ചറിൽ നിന്നാണെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ചെറിയൊരു പോർഷനെ എന്റെ ബാക്കിയായിട്ടുണ്ടായിരുന്നുള്ളൂ, സോ ഞാൻ തന്നെ അത് പറയും. മോണ്ടിസോറി പറയുന്നത് കുട്ടികള് ആദ്യമേ തന്നെ അവർക്ക് നേച്ചറുമായിട്ടൊരു കോണ്ടാക്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് അവര് പ്ലാന്റ്സിനെയും അനിമൽസിനെയും ഒക്കെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് തുടങ്ങും. അതിനും ലൈഫ് ഉണ്ട്, ദേ ഹാവ് ദ ഫീലിങ്സ്, അങ്ങനെയൊക്കെ അതിനോടൊരു റെസ്പെക്ട് ഒക്കെ കുട്ടികൾക്ക് തോന്നും. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ ചെറുപ്പത്തില് ഈ ഉറുമ്പിനെയൊക്കെ കണ്ട ചവിട്ടി അരച്ചെന്ന് കൊല്ലും, കാക്കയെ കണ്ട കല്ലെറിയും, പൂച്ചയെ കണ്ട വടിയെടുക്കും അല്ലെ, ഡോഗിനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഓരോന്നോ പാലി പിടിച്ചു വലിക്കുക, അങ്ങനെ കുട്ടികൾ ചെയ്യുന്നതാണ്. പക്ഷെ ഇത് നമ്മള് അവരെ ആദ്യമേ തന്നെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഫ്ലോറ ആൻഡ് ഫോണ, അങ്ങനെ അനിമൽ ലൈഫും ഉണ്ട്, പ്ലാന്റ് ലൈഫും ഉണ്ട്, അതിനൊക്കെ ലൈഫ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് അവര് പ്രാക്ടീസ് ആവും. ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റും, അതായത് ഇൻഡോർ എൻവയോൺമെന്റും പുറത്തുള്ള എൻവയോൺമെന്റും അത് നല്ല ലൈവ് ആയിരിക്കണം. എല്ലാ രീതിയിലും കുട്ടികളെ കെയർ ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരാൻ പറ്റുന്ന രീതിയിലുള്ള ആയിരിക്കണം ആ 2 എൻവയോൺമെന്റും. അവിടെ ഒരു പിന്നെ അതുപോലെ തന്നെ ഈ എൻവയോൺമെന്റിൽ, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ ഒരു ലൂപ്പ് വേണം. ലൂപ്പ് എന്ന് പറയുന്നത് മാഗ്നിഫയിങ് ഗ്ലാസ് ആണ്. ഓക്കെ, മാഗ്നിഫയിങ് ഗ്ലാസ് ആണ് ലൂപ്പ് എന്ന് പറയുന്നത്. ലൂപ്പും അതുപോലെ തന്നെ മൈക്രോസ്കോപ്പ്, ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സ് ഒക്കെ, സയൻസ് ഏരിയ ഉണ്ട് നമുക്ക് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ. അവിടെ ഈ പറയുന്ന മാഗ്നിഫയിങ് ഗ്ലാസ്, നമ്മൾ ചെറുപ്പത്തിൽ മാഗ്നിഫയിങ് ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലേ, മാഗ്നിഫയിങ് ഗ്ലാസ് ഉള്ളത് നന്നായിരിക്കും. ഞാനിപ്പോ വീട്ടിൽ മാഗ്നിഫയിങ് ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, പല ഇതിലും എക്സ്പയറി ഡേറ്റ് കാണാൻ പറ്റില്ല, ഭയങ്കര ചെറുതായിട്ട് എഴുതിക്കുന്നത്, മെഡിസിൻസിലാണെങ്കിലും പാക്കറ്റ്സിലാണെങ്കിലും ഒക്കെ. അതിനൊക്കെ വേണ്ടിയിട്ട് മാഗ്നിഫയിങ് ഗ്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ശരിക്കും കൗതുകമായിരുന്നു, കാരണം ചെറുപ്പത്തിൽ ഇത് ഇങ്ങനെ ഇതിൽ നോക്കാൻ നമുക്ക് ചാൻസസ് വളരെ ലെസ് ആയിരുന്നു. കുറേ ഫ്രണ്ട്സിന്റെ ഒരു സർക്കിളിൽ ആകെ ഒരു ചെറുത് ആരുടെയെങ്കിലും കയ്യിൽ കാണും, അത് ഇങ്ങനെ നോക്കാൻ കിട്ടുക എന്നുള്ളത് വളരെ റയർ ആയിരുന്നു. ഓക്കെ, അതൊക്കെ ഒരു ഭാഗ്യം പോലെ കരുതിയിരുന്ന ഒരു കാലഘട്ടം.
പിന്നെ മൈക്രോസ്കോപ്പും സിമ്പിൾ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങളോട് പറഞ്ഞു എന്ന് തോന്നുന്നു, മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അങ്ങനെ 5 ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ കിച്ചൺ, അങ്ങനെ ലൈഫ് സ്കിൽസ് വരുന്ന ഒരു ഇതാണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. കഴിഞ്ഞ സയൻസ് ഏരിയ അങ്ങനെയൊക്കെ ഉണ്ട്, മാത്തമാറ്റിക്കൽ ഏരിയ, ലാംഗ്വേജ് ഏരിയ, പിന്നെ സെൻസോറിയൽ ഏരിയ, 5 സെൻസസിനെയും ട്രിഗർ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉള്ള സെൻസോറിയൽ ഏരിയ. ഓക്കെ, നെക്സ്റ്റ് വൺ അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി. അത് ചെറിയ പാരഗ്രാഫ് ഞാനത് വായിക്കാം. മോണ്ടിസോറി മെറ്റീരിയൽസ് ആകുമ്പോൾ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്ത് മതി. ഓക്കെ, അറ്റ്മോസ്ഫിയർ ആൻഡ് ബ്യൂട്ടി. എൻവിയോൺമെന്റ് വളരെ സിമ്പിൾ ആയിരിക്കണം, വളരെ കോംപ്ലിക്കേറ്റഡും കോംപ്ലക്സും ആയിരിക്കരുത്, വളരെ സിമ്പിൾ ആയിരിക്കണം. അതായത് കുട്ടികൾക്ക് വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും, ക്ലോസ്ഡ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും ഉണ്ടാകരുത്, അവർക്ക് തടസ്സം വരുന്ന രീതിയിലൊന്നും വരാന്തകളിൽ ഉണ്ടാവരുത്. ഈ ഇൻഡോർ ആയിട്ടുള്ള എൻവിയോൺമെന്റ് ഔട്ട്ഡോർ പ്ലേസുമായിട്ട് കണക്ട് ചെയ്യുന്ന നിറയെ വരാന്തകൾ ഉണ്ടാവും. കുട്ടിക്കൊന്ന് പുറത്തു പോകണം എന്ന് തോന്നുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെത്താനെ പോകാനായിട്ട് പറ്റണം. എല്ലാം നല്ല ഗുഡ് ഡിസൈനിലും ക്വാളിറ്റിയിലുള്ളതായിരിക്കണം. കളറ് നല്ലപോലെ ചേർഫുൾ ആവുന്നത്, ഡൾ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത്, നല്ല വൈബ്രന്റ് കളേഴ്സ് കുട്ടികൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. നമ്മൾക്ക് കാണാം ഇങ്ങനെ സ്കൂളുകളിൽ, അല്ലെ, സ്കൂളുകളിൽ ഈ പറയുന്ന പോലെ ഇത് കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് പെയിന്റ് ചെയ്തൊക്കെ വെക്കും, ക്ലാസ് റൂം മതിലും സ്കൂളിന്റെ വാളും എല്ലാം അങ്ങനെ ചെയ്ത് വെക്കുന്ന കാണാം. ഗുഡ് ഡിസൈനിലും ക്വാളിറ്റിയിലും എല്ലാം ആയിരിക്കും. കളറ് നല്ല വൈബ്രന്റ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം. പിന്നെ ആ റൂമിന്റെ ആംബിയൻസ് വളരെ റിലാക്സിങ്, വാം. അതുപോലെ തന്നെ ഒരു എന്ത് പ്രോഗ്രാം അതിൽ നടക്കുമ്പോഴും ആ ഗ്രൂപ്പിനോട് ചേരാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ തോന്നുന്ന രീതിയിലായിരിക്കണം ആ എൻവിയോൺമെന്റ്. കുട്ടിക്ക് തോന്നണം അവിടേക്ക് എപ്പോഴും പോണം, പിറ്റേ ദിവസം അങ്ങോട്ട് പോകണം, ആ ഒരു രീതി ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളതായിരിക്കണം ആ ഒരു എൻവിയോൺമെന്റ്. അവിടെ ഇരുന്ന് ആക്ടിവിറ്റി ചെയ്യാനും കുട്ടി താല്പര്യപ്പെടണം. നെക്സ്റ്റ് മോണ്ടിസോറി മെറ്റീരിയൽസ്. അത് ആ ഒരു 2 പാരഗ്രാഫ് അടുത്ത പേജിലുണ്ട്, അത് ആരാ ഒന്ന് റീഡ് ചെയ്യുക കംപ്ലീറ്റ്. യെസ് ആരാളുള്ളത് റീഡ് ചെയ്യാം? ഞാൻ വായിക്കാം മിസ്സേ. ഓക്കെ. Montessori materials. Dr. Montessori detected through her studies the kinds of things children enjoy and hold their attention. This is the basis for creating fascinating, self-correcting materials for children to learn and explore. Children are introduced to the materials in a careful presentation. A lesson is given slowly and precisely to the child. The child is able to observe carefully without disruption. These dissemble steps are in order to increase understanding and success when the child uses the materials later. Points of interest are shown to attract the child's attention. Alteration and expansions are given to each lesson, building upon fundamentals. Their aim is not an external one of teaching children skills or offering knowledge through correct usage. Rather, the aim is an internal one of assisting the child's self-construction and psychic development. The first essential for the child's development is concentration. He must find out how to concentrate, and for this, he needs things to concentrate upon. Indeed, it is just here that the importance of our schools really lies. They are places in which the child can find the kind of work that permits him to do this. The materials must aid the internal formation of the child. The material must coincide the child's inner needs. This means that materials must be presented at the right moment of the child's development. Montessori suggested age levels for introducing each material to the child. However, the sensitive period for the introduction of the material must be determined by observation. Okay, ma'am. സോ മോണ്ടിസോറി മെറ്റീരിയൽസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നിങ്ങളോട് നമുക്ക് എല്ലാ മെറ്റീരിയൽസും വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ്. കാരണം നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു എല്ലാം റിയൽ ആണ്, നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.
ഓക്കെ, അതായത് ഗ്ലാസ്, വുഡ് അങ്ങനെയൊക്കെ. അതൊക്കെ വാങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി ആവും. ബട്ട് ചില മെറ്റീരിയൽസ് ലോ കോസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു, സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അത് നമുക്ക് ലോ കോസ്റ്റിൽ ഉണ്ടാക്കാം. മോണ്ടിസോറി മെറ്റീരിയലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറയാം. മോണ്ടിസോറി ഭയങ്കര പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരുന്നു സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. അത് മാത്രമല്ല, പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ എഴുതാൻ മടിച്ചിരുന്ന കുട്ടികൾ വരെ ഇത് കൊടുത്തപ്പോഴേക്കും വളരെ നന്നായിട്ട് അവർ എഴുതാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. റിസൾട്ട് ഫീഡ്ബാക്ക് അതാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയവർ തന്ന ഒരു ഫീഡ്ബാക്ക് ആണത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് വേർഡ് പിക്ചർ റീഡിങ് കാർഡ്സ്. കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചെറിയ വേർഡ്സ് വരുന്ന പിക്ചർ ഉൾപ്പെടെ അങ്ങനെ എടുക്കാം. അതുപോലെ തന്നെ വേർഡ് മാത്രമായിട്ട് വേർഡ് റീഡിങ് കാർഡ്സ് ചെയ്യാം. പിന്നെ കളർ റീഡിങ് കാർഡ്സ്, ഡിഫറെന്റ് കളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ കളർ റീഡിങ് കാർഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ ലോ കോസ്റ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ പലരും ഡ്രസ്സിംഗ് ഫ്രെയിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ഫ്രെയിംസ് ഇതുപോലെ പലരും ചെയ്തു നോക്കിയിട്ടുണ്ട്. ചിലർ ഫ്രെയിം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രെയിം കിട്ടിയില്ലെങ്കിലും നമുക്കൊരു കാർഡ്ബോർഡിൽ ഫുള്ളായിട്ട് ഒട്ടിക്കരുത്, എൻഡ് 2 സൈഡ് മാത്രം ഇങ്ങനെ ഒട്ടിച്ചിട്ട് നടുക്ക് ഓപ്പൺ ആക്കാൻ പറ്റണം. ആ ബട്ടൺ അല്ലെങ്കിൽ സിപ്പ് വട്ടെവർ ഇറ്റ് ബി, അത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ ഒട്ടിക്കാതെ സൈഡുകളിൽ മാത്രം ഒട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ മെറ്റീരിയൽസ് അങ്ങനെയാണ്. മെറ്റീരിയൽസ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിലാണ് മെറ്റീരിയൽസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അവര് നല്ല അറ്റൻറ്റീവ് ആയിട്ട് അതിരുന്ന് ചെയ്യും. പിന്നെ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ്. അതായത് അവരൊരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയല്ലാത്ത രീതിയിൽ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല അത് ശരിക്കും ആക്ട് ചെയ്യേണ്ടത്. അല്ലാതെ അവർ ചെയ്യുമ്പോൾ നമ്മൾ ചെന്ന് ഇന്റർവെൻഷൻ നടത്തുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെന്ന് കറക്റ്റ് ചെയ്യരുത്. ഇങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഒരിക്കലും കറക്റ്റ് ചെയ്യരുത്. കുട്ടി തന്നെ റിപ്പീറ്റ് ആയിട്ട് അത് ചെയ്ത് അത് കറക്റ്റ് രീതിയിലാവുകയാണ് ചെയ്യുന്നത്. മേ ബി കുറെ റിപ്പറ്റേഷനിലൂടെ ആയിരിക്കാം. സോ കൺട്രോൾ ഓഫ് എറർ, അങ്ങനെ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളുള്ള മെറ്റീരിയൽ ആണ്. അതാണ് സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് നല്ലപോലെ പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓട്ടോ എഡ്യൂക്കേഷണൽ, തന്നെത്താനുള്ളൊരു സ്റ്റഡിയാണ്. സിലബസ് ഓറിയന്റഡോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്തോ ഒന്നുമല്ല. അത് വൈഡായിട്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. നമുക്കിവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളുണ്ട് ഈ ടോപ്പിക് റിലേറ്റഡ്. അപ്പൊ അതിൽ നിന്നും എക്സ്ട്രാ കൂടുതലായിട്ട് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നത് മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ മോണ്ടിസോറി മെത്തേഡ് വൈഡാണ്. അതൊരു സിലബസ് ഓറിയന്റഡോ അങ്ങനെയൊന്നുമല്ല. അപ്പൊ ഇതിൽ നമ്മൾ വായിക്കുന്ന പല കാര്യങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ളത് കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്ത് കൂടുതൽ ഫൈൻഡിങ്സ് നടത്തുക. അത് എങ്ങനെയാന്ന് വെച്ചാൽ സേവ് ചെയ്തോ നോട്ട് ചെയ്ത് വെക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം നമ്മുടെ ആ ഒരു നോളജ്. പിന്നെ നമ്മൾ എപ്പോഴും കുട്ടികൾക്ക് ആദ്യമേ തന്നെ ഒരു ഡെമോ കൊടുക്കും, ഒരു പ്രസന്റേഷൻ കൊടുക്കും. എങ്ങനെയാണ് ആ മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ ഒരു പ്രസന്റേഷൻ കൊടുക്കും. പിന്നെ കുട്ടികൾക്ക് അങ്ങ് കൊടുത്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അവര് ഫോളോ ചെയ്യും. ആരുടെ ഓഡിയോ ഓണാണോ? ഫർസാൻ ഓഡിയോ ഓണാക്കും. ഓഡിയോ ഓണാണേ ഫർസാൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ കുട്ടി നമ്മള് പ്രസന്റേഷൻ കൊടുക്കുമ്പോൾ കുട്ടികൾ ഭയങ്കര ശ്രദ്ധിച്ചത് നോക്കിയിരിക്കും. ബട്ട് ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞു എന്ന് വെച്ചിട്ട് അവര് ഫസ്റ്റ് ടൈം തന്നെ അവരത് ചെയ്യുമ്പോൾ ശരിയാവണമെന്നില്ല. ചിലപ്പോൾ ശരിയാകും. ചില ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ടതില്ല. അവരിങ്ങനെ ചെയ്തു വരുമ്പോൾ ഇങ്ങനെയല്ലല്ലോ മാം കാണിച്ചത് ഇങ്ങനെയല്ലല്ലോ, ഞാൻ എന്തോ ഇത് പറ്റി. അപ്പൊ അത് അതെടുത്ത് വീണ്ടും ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് ശരിയായില്ലെങ്കിൽ വീണ്ടും ചെയ്യും. ഇനി ഇൻ കേസ് അങ്ങനെ ചെയ്ത് ശരിയാവുന്നില്ല എന്ന് കാണുമ്പോൾ അവര് തന്നെ നമ്മളെ നോക്കുവോ അല്ലെങ്കിൽ നമ്മളെ വിളിക്കുകയോ ചെയ്യും. അപ്പോഴാണ് നമ്മൾ ഇടപെടേണ്ട ആവശ്യമുള്ളൂ. അതുവരെ നമ്മൾ ഇത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ കുട്ടി വിളിക്കുന്നു, നമ്മൾ ചെന്നിട്ട് നീ ചെയ്തത് തെറ്റാണ് ആ രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യല്ല ചെയ്യേണ്ടത്. നമുക്കത് ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് അവന്റെ മുന്നിൽ വീണ്ടും ഒന്നുകൂടെ പ്രസന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആ ഒരു ഡിഫറൻസ്. സാധാരണ ട്രഡീഷണൽ ലേണിംഗ് പ്രോസസ് നടക്കുന്നതും മോണ്ടിസോറി ലേണിംഗ് പ്രോസസ് നടക്കുന്നതും. ട്രഡീഷണൽ ഒരു സബ്ജക്ട് സ്റ്റഡിയിങ് ആണല്ലോ, ഇവിടെ നമ്മളൊരു ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയൽസും ഈവൻ മറിയ മോണ്ടിസോറിയുടെ കാലത്ത് ഡിസൈൻ ചെയ്ത് വെച്ചത് തന്നെ ഒരു ബേസിക് ആ ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് വെച്ചിട്ട് ഇപ്പൊ പല മോഡിഫിക്കേഷൻ നടത്തുന്നുണ്ട്. പലരും മെറ്റീരിയൽസിൽ പല മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്.
പിന്നെ എയിം എന്ന് പറയുന്നത് കുട്ടികളെ സ്കിൽസ് കറക്റ്റ് യൂസേജ്, എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു വിടുക എന്നുള്ളതല്ല, കറക്റ്റ് യൂസേജ്, അവർക്ക് ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ രീതിയിലാണ് ഈ മോണ്ടിസോറി ലേണിംഗ് പ്രോസസ്സ് നടക്കുന്നത്. കുട്ടികളുടെ തന്നെ ഒരു സെൽഫ് കൺസ്ട്രക്ഷനും സൈക്കിക് ഡെവലപ്മെന്റും ഇതിലൂടെ പോസിബിൾ ആകുന്നു. അതായത് അതിനൊരു അസിസ്റ്റൻസ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അവര് തന്നെ ചെയ്ത് സെൽഫ് മെയ്ഡ് ആവണം. അതാണ് ആ ഒരു സെൽഫ് കൺസ്ട്രക്ഷൻ. പിന്നെ അവരുടെ മെന്റൽ ഡെവലപ്മെന്റ്, നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോഴേക്കും ആ ഒരു മെന്റൽ ഡെവലപ്മെന്റ് ഒക്കെ അങ്ങ് താഴേക്ക് പോകും. ഓക്കെ, ഇനി കുട്ടികളുടെ ഡെവലപ്മെന്റിന് എസെൻഷ്യൽ ആയിട്ട് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന രീതിയിൽ കോൺസെൻട്രേഷൻ. എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ആ ഒരു രീതിയിൽ കോൺസെൻട്രേഷൻ വേണം. ഒരു കാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി. ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കളിക്കുമ്പോൾ അവരുടെ അടുത്തൂടെ നമ്മൾ നടന്നു പോയി എത്ര പ്രാവശ്യം നടന്നു പോയാലും ഇവർ ശ്രദ്ധിക്കില്ല. എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടാൽ പോലും അവർ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കില്ല. അല്ലെങ്കിൽ വൺസ് ഒന്ന് കേട്ട് ഇങ്ങനെ തലപൊക്കി നോക്കും, വീണ്ടും അവരുടെ ജോലിയിലേക്ക് അവർ പോകും, ആ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ. അപ്പൊ അത്ര കോൺസെൻട്രേഷനിലാണ് അവർ ചെയ്യുന്നത്. കുട്ടിയുടെ ഒരു ഇന്റേണൽ ഫോർമേഷൻ, അതായത് ആ മെന്റൽ ഡെവലപ്മെന്റ്, അതിനുള്ള ഒരു ടൂളാണ് ശരിക്കും മോണ്ടിസോറി മെറ്റീരിയൽ എന്ന് പറയുന്നത്. കുട്ടിയുടെ ഇന്നർ നീഡ്സ്, ഒരു പല പല ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ടാവും, അതുമായിട്ട് കോയിൻസൈഡ് ചെയ്യണം. മോണ്ടിസോറി അങ്ങനെ കുഞ്ഞുങ്ങളെ എല്ലാം ഒബ്സർവ് ചെയ്തിട്ട് വളരെയധികം എക്സ്പെരിമെന്റിന് ശേഷവും റിസർച്ചിന് ശേഷമാണ് അവർ ഈ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തത്. ഓരോ മെറ്റീരിയൽസിനും ഓരോ പർപ്പസ് ഉണ്ട്, ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഡെഫിനറ്റ് ആയിട്ടുള്ള പർപ്പസ് ഉണ്ട്. അല്ലാതെ നമ്മൾ സാധാരണ കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് വാങ്ങിച്ചു കൊടുക്കുന്ന പോലെ പ്രത്യേകിച്ച് പർപ്പസ് ഒന്നും ഇല്ലാതെ കുറെ കഴിയുമ്പോൾ അത് മുറിയിലൊരു മൂലയിലുണ്ടാവും, കുറച്ച് പുറത്ത് കിടക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആ രീതിയിലല്ല ഈ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനെല്ലാം ഒരു സ്പെഷ്യൽ പർപ്പസ് ഉണ്ട്. അപ്പൊ റൈറ്റ് മൊമെന്റിലായിരിക്കണം ഒരു കുട്ടിക്ക് ഇത് പ്രസന്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് ഒരു കുട്ടിക്ക് നമ്പേഴ്സ് അറിയില്ല, നമ്പേഴ്സ് എങ്ങനെയാണ് പറയേണ്ടതെന്നോ നമ്പേഴ്സ് എങ്ങനെ ഇരിക്കുന്നോ നമ്പേഴ്സ് എഴുതാൻ അറിയില്ല. അങ്ങനെയുള്ള കുട്ടി ആദ്യം നമ്മൾ നമ്പർ ഐഡന്റിഫിക്കേഷൻ അല്ലേ ചെയ്യട്ടെ, അല്ലാണ്ട് ആ കുട്ടിക്ക് കൊണ്ടുപോയി അഡീഷൻ ചെയ്യാനുള്ള ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. അപ്പൊ റൈറ്റ് മൊമെന്റിൽ വേണം ഓരോ കുട്ടിക്കും ഓരോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ ഇതൊരു മിക്സഡ് ക്ലാസ് റൂം ആണ്. ഏജ് സ്പാൻ 3 years ആണ് അല്ലെ. 3 വയസ്സ് തുടങ്ങിയിട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവിടെയുണ്ട്. അപ്പൊ ഏജ് സ്പാൻ അത്രയുണ്ട്. അപ്പൊ ആ ഒരു ഏജ് സ്പാനിലെ മിക്സഡ് ഗ്രൂപ്പാണ്. നമ്മൾ സാധാരണ സ്കൂളുകളിലെ പോലെ ഒരേ ഏജിലുള്ള കുട്ടികൾ ഒരു ക്ലാസ്സിൽ അങ്ങനെയല്ല. ഇവിടെ ഒരു മിക്സഡ് ഗ്രൂപ്പാണ്. അപ്പൊ ഈ മിക്സഡ് ഗ്രൂപ്പിൽ ചിലപ്പോൾ ഏജ് കുറഞ്ഞ കുട്ടികൾക്ക് മാത്സ് ഏരിയയില് അവര് മുന്നിലേക്ക് പോയിട്ടുണ്ടാവുമായിരിക്കും, അപ്പൊ അഡീഷൻ ആയിട്ടുണ്ടാവും. പക്ഷെ അതേസമയം ഏജ് കൂടിയ ഒരു കുട്ടിക്ക് ലാംഗ്വേജ് ആയിരിക്കും കൂടുതൽ. മാത്സ് ഇത്തിരി താഴെയാണെങ്കിൽ അവൻ മാത്സിന്റെ ഫെമിലറൈസേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് ഏജ് അനുസരിച്ച് ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, അതാണ് നമ്മളുടെ റോള്. നമ്മൾ ഒബ്സർവ് ചെയ്യണം ഏതാണ് റൈറ്റ് മെറ്റീരിയൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും റൈറ്റ് മെറ്റീരിയൽ കുട്ടിക്ക് പോയി എടുക്കാനുള്ള ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ അവന്റെ ആ ഒരു സ്കില്ലിനനുസരിച്ചുള്ള മെറ്റീരിയലല്ല അവൻ എടുക്കുന്നെങ്കിൽ മേ ബി അതിന്റെ ഒരു അട്രാക്ഷൻ കൊണ്ടുപോയി എടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്കതിനെ അതൊക്കെ അവനെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് ഡീവിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ മാത്സിലെ ഡിവിഷൻ ബോർഡ് എടുത്ത് വെച്ചേക്കുക, പക്ഷെ അവനറിയില്ല, he doesn't know about the numbers, അതിന്റെ ഫെമിലറൈസേഷൻ അവന് കറക്റ്റ് ആയിട്ടില്ല. സോ അങ്ങനെ വരുമ്പോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് അവനെ നമ്പേഴ്സ് ഫെമിലറൈസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് വളരെ ഇന്റലക്ച്വലി നമ്മൾ അവനെ പതുക്കെ അവൻ എടുത്തു വെച്ചിരിക്കുന്ന ഡിവിഷൻ ബോർഡിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ ഡിവിഷൻ ബോർഡ് ജസ്റ്റ് അവനോട് ഇങ്ങനെ ഓരോന്നതിലെ കാര്യങ്ങളും അതിലെ കളറും ഒക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്പർ എന്താണെന്നൊന്ന് നോക്കാൻ പോവാന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ ഓക്കെ പറയും. അപ്പൊ ആ രീതിയിൽ സംസാരിച്ച് ഇങ്ങനെ ആ നമ്പർ ഫെമിലറൈസേഷനിലേക്ക് കൊണ്ടുവരണം. ഞാൻ എക്സാമ്പിൾ ആയിട്ട് നെക്സ്റ്റ് ഈ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ്, കുറെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമ്മൾ നല്ലപോലെ ഹാൻഡിൽ ചെയ്യണം, നല്ല നീറ്റ് ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ മെറ്റീരിയൽ ഒരിക്കലും തറയിൽ ഇങ്ങനെ വീണ് ഉരുണ്ടു പോകരുത്. അങ്ങനെ പോവാതിരിക്കാൻ നമ്മൾ ക്ലാസ് റൂമിൽ മാറ്റ് യൂസ് ചെയ്യണം. മാറ്റിന്റെ മുകളിൽ വെച്ചായിരിക്കണം ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളോ ഡെസ്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ വെച്ച് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് പ്രിൻസിപ്പിൾ ഓഫ് ദ മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് നോക്കാം. ഫസ്റ്റ് 2 പ്രിൻസിപ്പിൾസ് ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാം.
First two principles. Principles of the Montessori material. Each material must have a definite purpose and be meaningful to the child. The difficulty or the error that the child is to discover and understand must be isolated in a single piece of material. For example, the long rod will present only a variation in length and not in color or in design. Such isolation will help the child focus on the problem more eagerly. Second, the material progress from simple to more complex in design and usage. A good example, the rod after discovering the length using the long rod which differ only in length. The child is then introduced to the number rod. The number rod are used to teach the child to count. A third set, small rod, is used to teach children more complicated mathematical problems. So മെറ്റീരിയലിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു കൺട്രോൾ ഓഫ് എറർ, അതായത് സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ്. ഒരു എറർ വന്നാൽ കുട്ടി തന്നെ അത് ഡിസ്കവർ ചെയ്യാണ്, മനസ്സിലാകുവാണ്. ആ ഒരു സിംഗിൾ പീസ് ഓഫ് മെറ്റീരിയലിൽ നിന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. അതേസമയം നമ്മൾ കറക്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും കുട്ടിക്ക് ഒരു ഗിൽറ്റി ഫീലിംഗ് ആയിരിക്കും, അല്ലെ, ഐ ഹാഡ് ഡൺ സംതിങ് മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞ്. സോ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അവന്റെ മാറും. അതേസമയം അവൻ തന്നെ കറക്റ്റ് ചെയ്യുമ്പോഴേക്കും ഹി വിൽ ഫീൽ ലൈക്ക് പ്രൗഡ്, എന്തോ അച്ചീവ് ചെയ്തു, ഞാനിത് കറക്റ്റ് ആക്കി, അങ്ങനെ ചെയ്തു. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ലോങ് റോഡ്സ് പറയുന്നുണ്ട്. മെറ്റീരിയൽസ് ഒന്നും എന്റെ കയ്യിലില്ല, അതെല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. നിങ്ങൾക്ക് അപർണ മിസ്സും അതേ മിസ്സും അല്ലെ, അവര് ക്ലാസ് എടുക്കുമ്പോൾ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഓക്കെ, അത് മിക്കവാറും മോഡ്യൂൾ 3 ആകുമ്പോൾ, എന്നാലും ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഇത് വരുമ്പോൾ അവരെടുക്കുന്നതിൽ വരുവാണെങ്കിൽ അവരത് പറഞ്ഞു തരും. ഈ ലോങ് റോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ റോഡ്സ് ഉണ്ട്. അതായത് കുട്ടികൾക്ക് നമ്പേഴ്സ് 1, 2, 3 അങ്ങനെ നമ്പേഴ്സ് പഠിക്കാനായിട്ട് നമ്പർ റോഡ്സ് ഉണ്ട്. ഈ നമ്പർ റോഡ്സിൽ 2 കളേഴ്സ് വരുന്നുണ്ട്, റെഡും ബ്ലൂവും 2 കളർ വരുന്നുണ്ട്. അപ്പൊ ഓഡ് ഈവൻ കൺസെപ്റ്റ്, കളർ ഡിഫറൻസ് അവർ മനസ്സിലാക്കും. അതുപോലെ ലെങ്ത് കുറഞ്ഞത് ഏറ്റവും ചെറിയ നമ്പർ, ലെങ്ത് കൂടുന്തോറും നമ്പർ കൂടുന്നു, അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡർ, ആ കൺസെപ്റ്റ് മനസ്സിലാക്കും. അത് മാത്രമല്ല അവർക്ക് സൈസിനെ പറ്റി ഒരു ഐഡിയ കിട്ടും, ലോങ് ഷോർട്ട് അങ്ങനെ ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ഓരോ മെറ്റീരിയലും അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്ന അങ്ങനെ ഓരോ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആകുമ്പോഴേക്കും ഇവർക്ക് പല കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ക്ലിയർ ആവും ഈ രീതിയിൽ മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ നമ്പർ റോഡ്സിൽ ലെങ്ത്തും ഉണ്ട് കളറും ഉണ്ട്. ഈ ലോങ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കുറെ റോഡ്സ് ഉണ്ടാവും. ഇപ്പൊ 10 നമ്പേഴ്സ് വരെയാണെങ്കിൽ അത്രയും 10 റോഡ്സ് ഉണ്ടാവും. ഈ 10 റോഡ്സ് വരുമ്പോ കുട്ടികൾക്ക് 1ൽ നിന്ന് 10ലേക്ക് പോകുന്തോറും ഈ റോഡിന്റെ ലെങ്ത് ഇങ്ങനെ കൂടി വരിക. അപ്പൊ ആ ലെങ്ത് വേരിയേഷന്റെ കൺസെപ്റ്റ് കിട്ടും. പിന്നെ കളർ 1 എന്നുള്ളതിന് ഇപ്പൊ റെഡ് ആണെങ്കിൽ 2 വരുമ്പോഴേക്കും അത് ബ്ലൂ, 3 വരുമ്പോ അഗെയിൻ റെഡ്, പിന്നെ ബ്ലൂ. അപ്പൊ അങ്ങനെ നമ്പേഴ്സ് മാറുന്നതിനനുസരിച്ച് കളറിലെ മാറ്റം അതവര് മനസ്സിലാക്കും. അപ്പൊ ഇങ്ങനെ ഈ കുട്ടികളെ ഇങ്ങോട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് അവർ തന്നെ അത് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളൊരു ഡെമോ കൊടുത്തതിന് ശേഷം, പ്രസന്റേഷൻ കൊടുത്തതിന് ശേഷം. പിന്നെ പലപ്പോഴും മെറ്റീരിയൽസ് ഈവൻ നമ്മൾ തന്നെ അതെടുത്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ നമ്മളുടെ കൺഫ്യൂഷൻ മാറില്ല, നമുക്ക് വീണ്ടും ചെയ്ത് നോക്കാൻ തോന്നും. ഈവൻ അഡൾട്ട് ഓൾസോ ഡൂയിങ് ലൈക്ക് ദാറ്റ് മീൻസ് കുട്ടികളും അത് തന്നെ ചെയ്യുമല്ലോ, അവരും അത് റിപ്പീറ്റ് ചെയ്യാതെ വീണ്ടും ചെയ്യാനായിട്ടുള്ളൊരു ഇഷ്ടം എല്ലാവരിലും ഉണ്ടായിരിക്കും. അത് കോംപ്ലക്സ് സിമ്പിൾ ഡിസൈനിൽ നിന്ന് മോർ കോംപ്ലക്സ് ഡിസൈനിലേക്ക് പോകുന്ന രീതിയിൽ മെറ്റീരിയൽസ് ഉണ്ട്. ഇവിടെയും ആ നമ്പർ റോഡ്സിന്റെ കാര്യമാണ് പറയുന്നത്. ലെങ്ത്, ആ ഒരു ലെങ്ത്തിൽ ഡിഫറൻസ് കാണിക്കുന്നു. പിന്നെ നമ്പർ റോഡ്സ്, അപ്പൊ കൗണ്ടിങ് പഠിക്കുന്നു. അപ്പൊ കുട്ടിക്ക് മനസ്സിലാകും 1 കൗണ്ട് ചെയ്തു, 2 ആയപ്പോ റോഡിന്റെ ലെങ്ത് കൂടി, സോ 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 അങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ ഓരോരോ നമ്പർ ഇങ്ങനെ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ലെങ്ത് കൂടി വരും. ഫസ്റ്റ് ലെങ്ത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാത്രം കിട്ടുന്നു, ലെങ്ത്തിലെ വേരിയേഷൻ, അതിലെ കളറും അത് മനസ്സിലായി. അത് കഴിയുമ്പോൾ അടുത്തത് നമ്പറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ നമ്പർ റൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഫസ്റ്റ് അത് ലെങ്ത് വൈസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് ചെയ്യിക്കും.
അപ്പൊ ആദ്യം 1 എന്നുള്ളതിന് ഈ ലെങ്ത് ആണെങ്കിൽ 2 ആകുമ്പോ അതിന്റെ ഡബിൾ ആവും, 3 ആകുമ്പോ അതിന്റെ അടുത്ത 3 ടൈംസ് ആകും 1ന്റെ. അങ്ങനെ അങ്ങനെ ഓരോ നമ്പർ അനുസരിച്ച് ഇതിങ്ങനെ കൂടി വരും. അപ്പൊ ലെങ്ത് വേരിയേഷൻ എന്നുള്ള കൺസെപ്റ്റ് കിട്ടും. അപ്പൊ 1 എടുത്തപ്പോ റെഡ് വന്നു, 2 എടുത്തപ്പോ ബ്ലൂ വന്നു, 3 എടുത്തപ്പോ അഗെയിൻ റെഡ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വരുന്നു, കളർ എന്നുള്ള കൺസെപ്റ്റ് കിട്ടുന്നു. പിന്നെ നമ്പർ റൂട്ട്സിലെ കളർ ഇതാണ് കേട്ടോ, റെഡ് ആൻഡ് ബ്ലൂ ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് നമ്പേഴ്സിലേക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. അതില് നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും 1, 2. ഇത് കൂടാതെ നമുക്ക് ചെറുതായിട്ട് ചാർട്ട് പേപ്പർ ഇങ്ങനെ ചെറിയ സൈസിൽ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്പർ കാർഡ്സ് ഉണ്ടാക്കാം. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പേഴ്സ് അതിൽ എഴുതാം. എഴുതിയിട്ട് അത് നമുക്ക് നമ്പേഴ്സിന് യൂസ് ചെയ്യാം. അത് 1 സെറ്റോ 2 സെറ്റോ 3 സെറ്റോ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. നമുക്കധികം കോസ്റ്റ് വരില്ലല്ലോ. ശ്രദ്ധിക്കേണ്ട കാര്യം, അതൊരു കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ച് സെക്യൂർ ചെയ്യണം. ചാർട്ട് പേപ്പർ ആകുമ്പോൾ പെട്ടെന്ന് മടങ്ങാനും കീറിപ്പോവാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം അതിനുള്ള കൗണ്ടേഴ്സ് നമുക്ക് ഉണ്ടാക്കാം. ഞങ്ങൾ പഠിക്കുമ്പോൾ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞത് ഇതുപോലെ കാർഡ്സ് ഇങ്ങനെ എഴുതിയ ഒരു പേപ്പർ, ഒരു ചെറിയ ബോർഡ് പോലെ ഉണ്ടാകും. കൗണ്ടേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മൾ ഈ സ്നേക്ക് ആൻഡ് ലാഡർ, ലൂഡോ ഒക്കെ കളിക്കുമ്പോൾ കോയിൻസ് കിട്ടില്ലേ, ഇങ്ങനെ പൊസിഷൻ ചെയ്യാനായിട്ട് കോയിൻസ് ഇല്ലേ, അതുപോലുള്ള കോയിൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അതൊരു 5 റുപ്പി വലിപ്പത്തിലുള്ള 5 റുപ്പി കോയിന്റെ ആ ഒരു വലിപ്പം വരുന്നത്. 10 റുപ്പി ആയാലും കുഴപ്പമില്ല, ആ ഒരു വലിപ്പത്തിലുള്ള കോയിൻസ് നമ്മൾ ഇതുപോലെ എന്തോ കളർ കോയിൻ. അതെ അതെ അതെ, ഞങ്ങൾക്ക് ഒറ്റ കളറേ ഉണ്ടായിരുന്നുള്ളൂ, റെഡ് കളറും ഈ നമ്പേഴ്സ് എഴുതിയ ഇത് ടോക്കൺ പോലെ ടോക്കൺ പോലെ തന്നെ, ടോക്കൺ പോലെയുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് ഉണ്ടാക്കാം. എന്നിട്ട് 1 എന്ന് പറയുമ്പോൾ ഒരു ആ ഒരു ടോക്കൺ എടുത്ത് വെക്കാം. അങ്ങനെ 2 എന്ന് പറയുമ്പോൾ 2 എണ്ണം. ആ രീതിയിൽ കുട്ടിയെ നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാം. പക്ഷെ ഇപ്പൊ ഞങ്ങൾ പഠിച്ച സമയത്ത് അങ്ങനത്തെ ആയിരുന്നു. പുതിയ മോണ്ടിസോറി മെറ്റീരിയലിനകത്ത് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ തന്നെ കാർഡ്സ് ഉണ്ട്, 1, 2, 3 എന്ന് എഴുതിയിട്ടുള്ള കാർഡ്സ് ഉണ്ട്. അതിന് പകരം കൗണ്ടേഴ്സ് ആയിട്ട് ഈ കോയിൻ പോലത്തെ അതിന് പകരം വന്നിരിക്കുന്നത് കൊച്ചു ബെല്ലില്ലേ, അതിന്റെ ഷേപ്പുള്ള ഒരു വുഡൻ സാധനം. അപ്പം കുഞ്ഞുങ്ങൾ അവരുടെ ഈ 2 വിരൽ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഒരു ചെറിയ മുട്ട് പോലെ ഉണ്ട്, ഒരു നോബ് പോലെ, അതിലിങ്ങനെ പിടിച്ചെടുക്കും. സെക്കൻഡ് കേട്ടോ. താങ്ക് യു സോ മച്ച്. കാരണം എന്റെ മൊബൈലിലേക്ക് ഹസ്ബൻഡ് കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ട്, കിട്ടാതെ ഓർമ്മയുണ്ടായില്ല ഞാൻ ക്ലാസ്സിലെ കാര്യം പറഞ്ഞത്. ലാൻഡ് ഫോണിൽ വിളിച്ചപ്പോ എമർജൻസി ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇപ്പൊ എമർജൻസി ഇല്ലായിരുന്നു. ഫസ്റ്റ് മൂവി കണ്ടു, സെക്കൻഡ് മൂവിക്ക് കയറാൻ പോവാന്ന് പറയാനായിരുന്നു. സോ അങ്ങനെ ഇങ്ങനെ എന്താ പറയാ, മാരത്തോൺ മൂവി കാണുന്ന ഒരാളാ. പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേ തന്നെ അങ്ങനെ എന്തോ പോയതാ. അവർക്ക് അവധിയാ, മഹാവീർ ജയന്തി, സെൻട്രൽ ഗവൺമെന്റിന് അവധിയാണല്ലോ, നമുക്ക് അവധിയൊന്നുമില്ല. സുഖജീവിതം അല്ലെ, നമ്മളിങ്ങനെ ക്ലാസ് റൂമിൽ ഇരിക്കുന്നു. ഓക്കെ, സോ അപ്പൊ ഇത് നമ്പർ റോഡ്സും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ അത് ഇച്ചിരി ടഫായിരിക്കും. നമുക്ക് ചാർട്ട് പേപ്പറൊക്കെ ഉരുട്ടിയെടുത്ത്, അങ്ങനെയൊക്കെ ഉരുട്ടിയല്ല, അതിനൊരു ക്യൂബോയിഡിന്റെ ഷേപ്പ് ആയിരിക്കും. ഈ റോഡ്സ് ഇല്ലേ, മെറ്റാലിക് റോഡ് ഇല്ലേ, ആ ഒരു ഷേപ്പാണ് നമ്പർ റോഡ്സിനുള്ളത്. ഇനി ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യോ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. കളറും കാണാം, കുട്ടികൾ അത് അറേഞ്ച് ചെയ്യുന്നത് കാണാം. ഓക്കെ, ഞാൻ പറ്റിയാൽ മെറ്റീരിയൽസിന്റെ ഒരു ലിസ്റ്റ് അയച്ചു തരാം. അപ്പൊ അത് പ്രാക്ടിക്കൽ ക്ലാസ്സിന് മുമ്പ് എല്ലാം ഒന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് എളുപ്പമായിരിക്കും. പ്രാക്ടിക്കൽ ക്ലാസ്സിൽ അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും മനസ്സിലാവാനായിട്ട്. കയ്യിലുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. കാരണം പറഞ്ഞില്ലേ,
മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. മെറ്റീരിയൽസ് മോണ്ടിസോറി നേച്ചറിനെ റെസ്പെക്ട് ചെയ്യില്ല, അതുപോലെ തന്നെ നമ്മൾ ഈ മെറ്റീരിയൽസിനോട് ഭയങ്കര റെസ്പെക്ട് കാണിക്കണം. നമ്മൾ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലെ അപ്ലയൻസസ് ഒക്കെ നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കില്ലേ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. നമ്മൾ ആ റെസ്പെക്ട് കാണിക്കുന്നത് കണ്ടാൽ കുട്ടികളും അത് ഫോളോ ചെയ്യും. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുമ്പോൾ പല സാധനങ്ങളും മിസ്സാവും. വുഡൻ പീസസ് ഒക്കെ ആ താഴെ പോവോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ, അതുകൊണ്ട് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കീപ്പ് ചെയ്യാൻ പറ്റും. നമുക്കവിടെ സെപ്പറേറ്റ് ഷെൽഫൊക്കെ തന്നു. ഞങ്ങൾ ഓരോ ഷെൽഫിലും പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയ്ക്ക് വേണ്ടുന്ന മെറ്റീരിയൽസ് അങ്ങനെ എല്ലാം എഴുതി വെച്ചു. നമ്മളെ റിജോ ഹെൽപ്പ് ചെയ്തു, റിജോയൊക്കെ കൂടെ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ അതിന് വേണ്ടുന്ന പ്രിന്റ് ഔട്ട്സ് ഒക്കെ എടുക്കാനായിട്ട് എന്റെ വലുതായിട്ട് എഴുതി ഓരോ റാക്കിലും ഓരോ ഏരിയയിലുള്ള മെറ്റീരിയൽസ് ആ രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്പർ റോഡ്സ് ഇതാണ്. കളറ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അതിന്റെ ലെങ്ത് വേരിയേഷൻ മനസ്സിലാക്കാൻ പറ്റും. ഇത് കഴിയുമ്പോൾ കൗണ്ടേഴ്സ്. അപ്പൊ ഞാനിപ്പോ പറഞ്ഞത് ഞങ്ങളുടെ സമയത്ത് കോയിൻ പോലത്തെ കൗണ്ടേഴ്സ് ആണെങ്കിൽ ഈ ഒരു സമയത്ത് കിട്ടിയ കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റും, ഒരു ബെൽ ഷേപ്പാണ്. ക്രിസ്മസ് ട്രീയിലൊക്കെ കുഞ്ഞു ബെല്ല് വെക്കില്ലേ, അതിനേക്കാൾ ചെറുതാണ് കേട്ടോ, ഒരു ചെറിയ ബെൽ ഷേപ്പിലുള്ള ഇത്. അപ്പൊ വളരെ ചെറുതാണ്. അപ്പൊ കുട്ടികൾ വളരെ ശ്രദ്ധിച്ച് അവർ ഈ 2 ഫിംഗേഴ്സ് നല്ല പ്രഷർ കൊടുത്തായിരിക്കും അവരത് എടുക്കുന്നത്. അതെടുക്കുമ്പോൾ ഇങ്ങനെയും എടുക്കാം, അതിന്റെ ബോഡിയിൽ പിടിച്ച് ഇങ്ങനെയും എടുക്കാം, അല്ലാതെ ഇങ്ങനെ. ഈ 2 ഫിംഗർ 3 ഫിംഗർ അതൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. മോണ്ടിസോറി മെറ്റീരിയല് ചില കാര്യങ്ങൾ അവർ 2 ഫിംഗേഴ്സ് കൊണ്ട് ചെയ്യും, ചിലത് അവർ 3 ഫിംഗേഴ്സ് യൂസ് ചെയ്യും. മാറ്റൊക്കെ ഫോൾഡ് ചെയ്യുമ്പോൾ ഈ 3 ഫിംഗേഴ്സ് എടുത്ത് ഇങ്ങനെ 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 അങ്ങനെ ഫോൾഡ് ചെയ്യും. ചിലപ്പോൾ കുട്ടികൾ എല്ലാ ലെഫ്റ്റും റൈറ്റും ഹാൻഡിലെ എല്ലാ ഫിംഗേഴ്സും യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യും കേട്ടോ. അത് ഒക്കെ 2 ഫിംഗർ 3 ഫിംഗർ ആക്ടിവിറ്റി ഒക്കെ അതിൽ നടക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസ് യൂട്യൂബിലുണ്ടാവും. മെറ്റീരിയൽ ലിസ്റ്റ് ഞാൻ അങ്ങ് പ്രൊവൈഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഓരോ മെറ്റീരിയൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്ത് കാണിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഫസ്റ്റ് ഈ എനിക്ക് തോന്നുന്നു ആ ബെൽ ഷേപ്പ് വന്നതിന്റെ കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഒരു 3 years കഴിയുമ്പോഴാണ് ഇവർക്ക് ഏജ് ചെറുതായിരിക്കുമ്പോഴാണ് ഇവരുടെ വലിയ മസിൽസ് ഡെവലപ്പ് ആകുന്നത്. അതായത് ഗ്രോസ് മോട്ടോർ സ്കിൽ മൂവ്മെന്റ്, ഉരുണ്ടു പോകുന്നു, എഴഞ്ഞു പോകുന്നു, നടക്കുന്നു, ചാടുന്നു, ഓടുന്നു, അല്ലെ, വലിയ മസിൽസിന്റെ ഡെവലപ്മെന്റ്. അതേസമയം ചെറിയ മസിൽസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുന്നത് ശരിക്കും തുടങ്ങുന്നത് ഒരു 3 years ഒക്കെ ആകുമ്പോഴാണ് ഇവർക്ക് ഈ ഹോൾഡിംഗ് കപ്പാസിറ്റി ഒക്കെ കറക്റ്റ് ആകും. അതിനു മുമ്പ് എന്തെടുത്താലും ഇവിടെ കയ്യിൽ നിന്ന് താഴെ പോകും. അപ്പൊ അതിന് ഫൈൻ മോട്ടോർ സ്കിൽസ് വേണം, സ്മോൾ മസിൽസിന്റെ ഡെവലപ്മെന്റ്. സ്മോൾ മസിൽസ് ഒക്കെ വരുന്നത് നമ്മളുടെ ഈ ഫിംഗേഴ്സ് ആ ഒരു ഭാഗത്തേക്ക്. അപ്പൊ ഇങ്ങനെ എടുത്ത് ആ ഒരു ഇതിനും കൂടെ വേണ്ടിയിട്ടായിരിക്കണം ആ കൗണ്ടേഴ്സ് ഒന്ന് മോഡിഫൈ ചെയ്തത്. മീൻസ് എന്റെ ഒരു അസംഷൻ ആണ്, ശരിയാവണമെന്നില്ല, ബട്ട് എനിക്കത് കണ്ടപ്പോ അങ്ങനെ തോന്നി. അതിങ്ങനെ പിടിക്കുമ്പോൾ നമ്മളുടെ വിരലുകൾക്ക് മറ്റേത് കോയിൻസ് അല്ലേ, വെറുതെ ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വട്ടം ഒരു കോയിൻസ് അല്ലേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഇത് ഈസിയാണ്. അറ്റ്ലീസ്റ്റ് കൗണ്ടേഴ്സിനായിട്ട് കോയിൻസ് പോലെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ബീഡ്സ് ഒക്കെ ആവുമ്പോഴേ ബീഡ് എടുക്കാം, പക്ഷെ ചെറിയ കുട്ടികൾ ചിലപ്പോൾ മൂക്കിലോ വായിലോ ചെവിയിലൊക്കെ ഇടാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ബീഡ് ഇച്ചിരി ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ബീഡ്സ് ഉണ്ടാക്കാം, സ്ട്രിങ് പോലെ ഉണ്ടാക്കാം. അതാവുമ്പോൾ വായിലൊന്നും ഇടില്ലല്ലോ. ലൂസ് ബീഡ്സ് ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഒബ്സർവേഷൻ അത്രയും നല്ലതായിരിക്കണം. കാരണം ഡേഞ്ചർ സംഭവിക്കാം. നമ്മൾ പറഞ്ഞു എല്ലാം റിയൽ ആയിട്ടുള്ള സാധനങ്ങളാണ്, ഗ്ലാസ് ഉണ്ട്. സോ അതൊരു ഡേഞ്ചർ സോൺ ആണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷെ അത് അവരെ പ്രാക്ടീസ് ചെയ്താലാണ് അത് അവർക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവർ നല്ല കെയറോട് കൂടിയിട്ട് അവരുടെ കയ്യിൽ നിന്നൊന്നും അത് പൊട്ടി താഴെ വീഴുമൊന്നും നല്ല കെയർ ആയിട്ട് തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ആ ഒരു 2 പാരഗ്രാഫിൽ അതായിരുന്നു പറഞ്ഞിരുന്നത്. ഫസ്റ്റ് അതിന്റെ ലെങ്ത് വേരിയേഷൻ, കളർ ഡിഫറൻസ്, പിന്നെ അത് കഴിഞ്ഞപ്പം നേരെ അവരെ നമ്പർ ഫെമിലറൈസേഷനിലേക്ക് കൊണ്ടുവന്നു. ഇത് ഈ ഒരു മെത്തേഡിൽ വരുമ്പോൾ എല്ലാവർക്കും മാത്സ് ഒരു പേടി എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊക്കെ അവരങ്ങോട്ട് പെട്ടെന്ന് തന്നെ അവർക്കത് സിമ്പിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 1 and 2 ആരെങ്കിലും വായിക്കാമോ? അടുത്ത പ്രിൻസിപ്പിൾസ് അല്ലേ, ഞാനത് സ്ക്രോൾ ചെയ്തില്ലായിരുന്നല്ലേ. ഓക്കെ, ഫസ്റ്റ് 2 പാരഗ്രാഫ് എല്ലാവരുടെയും മെറ്റീരിയൽ ഉണ്ടെന്ന് വിചാരിക്കണം. എന്നാലും ഒന്നുകൂടെ പറയാം. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇതിന്റെ, ഈ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, എപ്പോഴും എക്സാമിന് ഞാൻ ചോദിക്കുമ്പോൾ പലരും എന്താന്ന് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ അടിക്കാറുണ്ട്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇത്രയേ ഉള്ളൂ, എത്ര ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ആ നമ്പർ എഴുതിയാൽ മതിയായിരുന്നു 3. അത് ഏതൊക്കെയാന്നുള്ളത് പറയാം. സിംപ്ലിസിറ്റി ഞാൻ പറഞ്ഞിരുന്നോ? സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി. ഇല്ല, നിങ്ങൾക്ക് അത് വരണേ ഉള്ളൂ, അടുത്ത ടോപ്പിക്കിൽ അത് വരുന്നു. പക്ഷെ മെറ്റീരിയൽസ് പറഞ്ഞപ്പോ ഞാനൊന്ന് പറഞ്ഞതാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കണം മെറ്റീരിയൽസ്. പിന്നെ നമ്മൾ അവരെ പ്രസന്റേഷൻ കൊടുക്കുമല്ലോ, അതായത് ഈ പ്രസന്റേഷന്റെ ഫണ്ടമെന്റൽസിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് കുട്ടികളുടെ മുന്നിൽ ഡെമോ കൊടുക്കും. ആദ്യമായിട്ട് കുട്ടികളെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ഈ മെറ്റീരിയൽസ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് വളരെ സിമ്പിൾ ആയിട്ട് വേണം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ബ്രിവിറ്റി, ബ്രീഫായിട്ട് വേണം, വളരെ കുറച്ച് കണ്ടന്റ് പറയണം, കുറേ കഥകളൊന്നും പറയാൻ പോകരുത്. വളരെ ബ്രീഫായിട്ട് സിമ്പിൾ ആയിരിക്കണം എന്ന് കുട്ടിക്ക് മനസ്സിലാകും വേണം. പിന്നെ ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പർപ്പസ്, എന്തിലേക്കാണ് അത് എയിം ചെയ്യുന്നത്, അതും ക്ലിയർ ആകണം. അപ്പൊ സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി, ഈ 3 കാര്യങ്ങളുണ്ട് നമ്മൾ ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറെ നമ്മളുടെ നോളജ് പറയുന്നതിനേക്കാളും വളരെ സിമ്പിൾ ആക്കി, ചെറുതാക്കി, ബ്രീഫായിട്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും കുട്ടികൾക്ക് കാര്യം മനസ്സിലാവും. കാരണം കൊച്ചു കുട്ടികളെ കുറെ ലെക്ചർ കേൾക്കാനൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർക്ക് ആ കാര്യം വളരെ ചുരുങ്ങിയ വേർഡ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരത് മനസ്സിലാക്കി അവരത് ചെയ്തു. അപ്പൊ ഈ 2 പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് മോണ്ടിസോറി മെറ്റീരിയൽസിലെ എങ്ങനെയാണ് കുട്ടികൾ ഒരു മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ അവരതെങ്ങനെ മനസ്സിലാക്കുന്നു, അതിലെ ആ കൺട്രോൾ ഓഫ് എറർ, അവരെ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അവർ തന്നെത്താൻ അത് കറക്റ്റ് ചെയ്ത് ആ കൺട്രോൾ ഓഫ് എറർ, ഓട്ടോ കറക്ഷൻ, ഓട്ടോ എഡ്യൂക്കേഷൻ തന്നെ അവർ ചെയ്യുക. അല്ലാണ്ട് നമ്മളായിട്ട് അവരെ പഠിപ്പിക്കുന്നുമില്ല, നമ്മളായിട്ട് അവരെ കറക്റ്റ് ചെയ്യാനും പോകുന്നില്ല. ഈ നമ്പർ റൂട്ട്സ് 2 കളേഴ്സിലായിരിക്കും, റെഡ് അതുപോലെ തന്നെ ബ്ലൂ. അപ്പം പിന്നെ ലെങ്ത്തും വേരി ചെയ്യും. നമ്പർ കൂടുന്നതിനനുസരിച്ച് ലെങ്ത് വേരി ചെയ്യും. അപ്പൊ ആദ്യം ലെങ്ത് ആണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നമ്മൾ പ്രസന്റേഷൻ ആദ്യം കൊടുത്തു കേട്ടോ, ലെങ്ത് ഐഡന്റിഫൈ ചെയ്യുന്നു, നെക്സ്റ്റ് കളർ. ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ അതിന്റെ കൗണ്ടിങ് പാർട്ടിലേക്ക് വരുന്നു. അപ്പൊ ആദ്യം ഇതിങ്ങനെ വെച്ചപ്പോ ലെങ്ത് കുട്ടിയോട് അടുത്തത് എടുത്ത് വെക്കാൻ പറയും. കുട്ടിയോട് തന്നെ പറയുവാണെങ്കിൽ അവൻ അടുത്തത് വെക്കുന്നു. നെക്സ്റ്റ് വൺ എടുക്കാൻ പറയുമ്പം ഒന്നാമത് വെച്ചതിനേക്കാളും വലുതാണ്, പക്ഷെ സെക്കൻഡ് വെച്ചതിനേക്കാളും ചെറുതാണെങ്കിൽ കുട്ടിക്ക് മനസ്സിലാകും അത് അതിന്റെ സെക്കൻഡ് ആയിട്ട് വെച്ചതല്ല, സെക്കൻഡ് ആയിട്ട് വരുന്നത് ഇതാണ്. ആ രീതിയിൽ കൺട്രോൾ ഓഫ് എറർ. മനസ്സിലായോ? ഞാൻ പറഞ്ഞാൽ ക്ലിയർ ആയോ? ഫോർ എക്സാമ്പിൾ, എന്റെ കയ്യിൽ ഒരു ചെറിയ പെൻസിലുണ്ട്, ഒരു പേനയുണ്ട്, സ്കെയിലിന്റെ ബ്രോക്കൺ സ്കെയിലാണ് കേട്ടോ, ഒരു ഭാഗമുണ്ട്. അപ്പൊ ലെങ്ത് അനുസരിച്ച് വെക്കാൻ പറയുമ്പോൾ ഫസ്റ്റ് നമുക്കിപ്പോ അഡൾട്ട്, ആസ് എൻ അഡൾട്ട് വി നോ ദാറ്റ് ഫസ്റ്റ് ഇത്, സെക്കൻഡ് പേന, പിന്നെ ഇതാണെന്നറിയാം. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെ പെട്ടെന്ന് ആ ഒരു ഐഡിയ വരുന്നില്ല. അവര് പെട്ടെന്ന് ആദ്യം ഒരേ സാധനമാണെങ്കിൽ ആട്ടോ എളുപ്പം, പെൻസിൽ മാത്രമാണെങ്കിൽ അങ്ങനെ വെച്ച് പോകാം. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു 2ാമത് സ്കെയിൽ വെച്ചു, പിന്നെ പേന എടുത്ത് നോക്കിയപ്പോ ലെങ്ത് കുറവാന്ന് കാണുമ്പോൾ അങ്ങനെയാണ് കൺട്രോൾ ഓഫ് എറർ കുഞ്ഞുങ്ങളിൽ വരുന്നത്. അവന്റെ ആക്ടിവിറ്റി പല പ്രാവശ്യം ചെയ്താണ് കൺട്രോൾ ഓഫ് എറർ വരുന്നത്. ഇത് തന്നെ നമുക്ക് സെയിം പെൻസിൽസ് വെച്ച് ചെയ്യിക്കാം. സെയിം ഇത് പെൻസിലായിരിക്കട്ടെ, ഒരേപോലെ ഇരിക്കുന്ന പെൻസിൽ നമ്മൾ ഉപയോഗിച്ച് പല ലെങ്ത് ആയിട്ടുള്ളതും പുതിയതും ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചെയ്യിക്കാം. അങ്ങനെയാണ് ലെങ്ത്തിന്റെ ഇത് വരും. പിന്നെ ഓരോന്ന് വെക്കുമ്പോൾ ഫസ്റ്റ് വൺ വെച്ചപ്പോ റെഡ് വന്നു, 2ാമത്തെ വന്നപ്പോ അങ്ങനെ ബ്ലൂ, അങ്ങനെ കളർ വേരിയേഷനും അവർക്ക് മനസ്സിലാവും. അത് കഴിയുമ്പോഴാണ് കൗണ്ടിങ് നമ്മൾ പറഞ്ഞോളൂ. ഇതാണ് മെറ്റീരിയൽസിന്റെ പ്രത്യേകത. നെക്സ്റ്റ് പ്രിൻസിപ്പിളും കൂടെ വായിക്കോ, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള സമയം. നെക്സ്റ്റ് 2 ആരാ റെഡി ആവുന്നേ? യെസ്, ആരും ഇല്ല വായിക്കാൻ? ക്ഷീണിച്ചു പോയോ? വെക്കേഷൻ ആയതാണ്. The materials are designed to prepare the child diffusely for future learning. The sandpaper letters are used to instruct children the sounds of the letters of the alphabet. By tracing the sandpaper letters with his fingers, he builds a muscular memory
of the shape of the letters of the alphabets and therefore preparing him to write one day. This principle of alphabets and therefore preparing the മാം ഞാൻ ഇതിൽ നോക്കിയിട്ടാ വായിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ. The principles of indirect preparation empowers the child to experience success in this endeavor much more readily and aids the development of self-assurance. The materials begin as concrete expressions of an idea and gradually become more and more abstract representations. An example from geometry is given below. ഓക്കെ, സോ ആ എക്സാമ്പിൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അതിന് മുമ്പ് ഇത് പറയാം. ശരിക്കും ഫ്യൂച്ചർ ലേണിങ്ങിന് വേണ്ടിയിട്ട് കുട്ടിയെ പ്രിപ്പയർ ചെയ്യുകയാണ്. അത് അവര് തന്നെത്താനെയുള്ള അവരുടെ ലേണിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്താ 10th ക്ലാസ് ആയാലും വലിയ ക്ലാസ്സിലായാലും നമ്മൾ തന്നെ ഇങ്ങനെ പഠിപ്പിക്കണം. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോനുണ്ട്, ഒറ്റ മോനേ ഉള്ളൂ കേട്ടോ. ആ കുട്ടിയെ ഈ കുട്ടിയുടെ അമ്മ, അതായത് എന്റെ ഫ്രണ്ട് ഇങ്ങനെ വലിയ ക്ലാസ്സിലായിട്ട് ഇങ്ങനെ അടുത്തിരുന്ന് പഠിപ്പിച്ചാലേ അവൻ പഠിക്കുള്ളൂ. ആ ഒരു അവസ്ഥയില് ചെറിയ ക്ലാസ് തുടങ്ങി അങ്ങനെ ആയി വലുതായിട്ടും ഹൈസ്കൂൾ ലെവലിലായിട്ടും ഹയർ സെക്കൻഡറി ആയിട്ടും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അടുത്തിരുത്തി പഠിപ്പിക്കണം. അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ആള് പഠിക്കില്ല. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ലേണിങ്ങിന് വേണ്ടിയിട്ട് കുട്ടിയെ പ്രിപ്പയർ ചെയ്യുകയാണ് ഇവിടെ നടക്കുന്നത്. കുട്ടി തന്നെയാണ് അവിടെ പഠിക്കുന്നത്. ആ എറർ മനസ്സിലാക്കുന്നത് തന്നെയാണ്, എറർ കറക്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ ആ രീതിയിലാണ് ചെയ്യുന്നത്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കുട്ടിയെ ലെറ്റേഴ്സിന്റെ ഒരു എന്താ പറയാ, ഇവര് വിരലിങ്ങനെ ഓടിക്കുമ്പോൾ ശരിക്കും അതിന്റെ ഒരു ഇംപ്രഷൻ ഇവരുടെ ബ്രെയിനിലേക്ക് പോവുക. അതായത് പറയുന്നത് ആ ഒരു മസ്കുലർ മെമ്മറി, ആ ഒരു ഷേപ്പില് ആ അതിൽ കൂടെ ഇപ്പൊ കണ്ണടച്ച് ചെയ്യിച്ചാൽ പോലും അത് അവർക്ക് പെട്ടെന്ന് തന്നെ അതിന്റെ ഷേപ്പ് മനസ്സിലാവുകയാണ്. എന്നുള്ളതിലൂടെ അവരിങ്ങനെ വിരലോടിക്കുമ്പോൾ ഇപ്പൊ ബ്രെയിൻലി ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് അങ്ങനെയല്ലേ. അവരങ്ങനെ ടച്ച് ചെയ്ത് മനസ്സിലാക്കിയല്ലേ പെട്ടെന്ന് തന്നെ. ഇതിന് നല്ലൊരു ഫീഡ്ബാക്ക് നമ്മുടെ പല ബാച്ചുകളിൽ നിന്നും കിട്ടി. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഇതുമായിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അവിടെ എഴുതാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് ഇത് കൊടുത്തു കഴിയുമ്പോൾ അവർ ട്രേസ് ചെയ്ത് പിന്നെ അവർ നേരെ ബുക്കിലേക്കും സ്ലേറ്റിലേക്കും ഒക്കെ എഴുതാൻ തുടങ്ങി എന്ന് പറയുന്നു. കാരണം ഒരു കുട്ടി ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഏതോ ഒരു സ്കൂളിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പം ഒരു കുട്ടി മാത്രം എഴുതാതെ എങ്ങനെ ഇരിക്കുന്നു. അപ്പം ടീച്ചേഴ്സ് പറഞ്ഞു അവനെ ശ്രദ്ധിക്കേണ്ട, അവൻ എഴുതില്ല എന്നങ്ങ് പറഞ്ഞു ഒരു മുൻവിധി. അപ്പം ഈ കുട്ടി എന്ത് ചെയ്തു, ഈ സാൻഡ് പേപ്പർ കൊടുത്തപ്പോ പിന്നെ അതിലെ ആദ്യം കാണിച്ചു കൊടുത്തു എന്താ ചെയ്യേണ്ടത്. കാരണം അവന് അറിയില്ലല്ലോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന്. പതുക്കെ വിരല് ആ ലെറ്ററിന്റെ മുകളിൽ വെച്ചു കൊടുത്തു. അവൻ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ ആദ്യം നമ്മുടെ വിരൽ വെച്ച് ഇങ്ങനെ ട്രേസ് ചെയ്യുന്ന കാണിച്ചു. ഇവന്റെ വിരലെടുത്ത് അതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു ട്രിഗർ വേണമായിരുന്നു, എന്നാലേ അവൻ ട്രേസ് ചെയ്യുള്ളൂ. അങ്ങനെ അവൻ അത് ട്രേസ് ചെയ്യാൻ തുടങ്ങി, എഴുതാൻ തുടങ്ങി. അങ്ങനെ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ അതാണ് മറിയ മോണ്ടിസോറി വളരെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. വൈവയ്ക്ക് വരുമ്പോൾ ഞാൻ എല്ലാവരോടും ചോദിക്കും, നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ റെഡ്യൂസ് ദ മാർക്ക്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും, ലോ കോസ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ വൈവയില് ടീച്ചിങ് എയ്ഡ്സില് 10 മാർക്സ് ആണ് കേട്ടോ ഓരോന്നും കൊടുത്തിരിക്കുന്ന ഓരോ സെഷനും. ആ 10 മാർക്സിനെ പിന്നെ 100ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ മാർക്ക് വരുന്നത്. അപ്പൊ ടീച്ചിങ് എയ്ഡ്സ് എന്നുള്ള ആ 10 മാർക്സില് ഞാൻ 5 മാർക്സ് ആണ് ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വെച്ചിട്ടുള്ളത്. അതെങ്കിലും കേട്ട് എല്ലാവരും അത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാൽ പറയുന്നത്. കാരണം വെച്ചാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതിന്റെ റിസൾട്ടും വളരെ കൂടുതലാണ്. എഴുതാത്ത പല കുട്ടികളും പണ്ട് കാലത്ത് നമ്മളുടെ വീട്ടിലെ ആൾക്കാരെ മണ്ണിൽ എഴുതിപ്പിച്ചതിന്റെ കാരണം അത് തന്നെയായിരിക്കാം. ആ ഒരു നമ്മുടെ ഫൈൻ മസിൽസിന് പെട്ടെന്ന് തന്നെ ആ ഒരു ട്രിഗറിങ് എഫക്റ്റ് കിട്ടുവാണ് ഈ മണത്തരി ഇതാവുമ്പോൾ. അതേ എഫക്റ്റ് ആണല്ലോ സാൻഡ് പേപ്പർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ആൻഡ് യൂസ് ദ പ്ലാറ്റ്ഫോം. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം നല്ലപോലെ ഉപയോഗിക്കൂ. കാരണം ഇറ്റ്സ് ടൈം ഫോർ യു ടു കംപ്ലീറ്റ് ദ കോഴ്സ്.
മാം പറഞ്ഞിരുന്നല്ലോ ഫ്ലാഷ് കാർഡ്സ് മാമിനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഓരോരുത്തർ ചെയ്തത്. പിക്ചർ നമ്മൾ തന്നെ ചാർട്ട് വാങ്ങിയാൽ ഒട്ടിച്ച് കാർഡ്ബോർഡിൽ ഒട്ടിച്ച് വെക്കുക. അപ്പൊ ഞാൻ ട്രെയിനിങ്ങിന് പോണ സമയത്ത് ഇങ്ങനെ ഓൺലൈനായിട്ട് ഫ്ലാഷ് കാർഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം കാർഡ്സ് ഒക്കെ ഉണ്ട്, എ ബി അതുപോലെ നമ്പേഴ്സ് കളേഴ്സ് ഒക്കെ പഠിക്കാനുള്ളത്. അതിന് പുറമെ നമ്മൾ ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കണമെങ്കിൽ വൈവക്ക് ഓൺലൈനായിട്ട് വാങ്ങിയതിനെക്കാട്ടൊക്കെ നമ്മളെ വർക്കല്ലേ നോക്കുക. അപ്പൊ ഇനി ഫ്ലാഷ് കാർഡ്സ് എങ്ങനത്തതാണ് ഉണ്ടാക്കേണ്ടത്? അതിൽ ഓൾമോസ്റ്റ് എല്ലാം അതുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം അതുണ്ട്. അപ്പൊ ഇനി ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്താണ് അതിൽ ഉൾപ്പെടുത്തേണ്ടത്? ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതിലുള്ളതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള വേർഡ് ആണോ? 3 ലെറ്റർ 4 ലെറ്റർ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ആണോ? കൊച്ചു കുട്ടികൾക്ക് ഫെമിലറൈസ് ആയതാണോ? അതെ, കുട്ടികൾക്ക് ഫെമിലർ, അതായത് ആപ്പിളിന്റെ പിക്ചർ, ആപ്പിൾ, അതുപോലെ ജെറി, പ്ലം, അതുപോലെ ഗ്രേപ്പ്. അപ്പൊ എല്ലാ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, അതുപോലെ എയറോപ്ലെയിൻ, ഓരോ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള പിക്ചറും അത് അങ്ങനെയുള്ളതാണ് ഫ്ലാഷ് കാർഡ്. അപ്പൊ ഇനി അതിലുപരിയായിട്ട് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? അതൊക്കെ ചെയ്യണമെന്നില്ല. പിക്ചർ റീഡിംഗ് കാർഡ്സിന് പകരം അതൊക്കെ യൂസ് ചെയ്യാലോ. എനിക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഇട്ടത് ക്യാപിറ്റൽ നിങ്ങൾ ചെയ്താലും മതി. ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ചെയ്തവരുണ്ട് കേട്ടോ. കാരണം സ്മോൾ ലെറ്റർ കട്ട് ചെയ്യാൻ ഇച്ചിരി വിഷമമായതുകൊണ്ടാണ് ഞാൻ ക്യാപിറ്റൽ എങ്കിലും ചെയ്യൂ എന്ന് പറയുന്നത്. അത് ചെയ്തിട്ടുണ്ടോ? സാൻഡ് പേപ്പർ വർക്കൊക്കെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ അപ്പോഴേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി വേർഡ് റീഡിംഗ് കാർഡ്സ്, പിക്ചർ റീഡിംഗ് കാർഡ്സ്, കളർ കാർഡ്സ്, കളർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർഡ്സ്. പിന്നെ നിങ്ങൾക്ക് കളർ ബോക്സ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം ഇല്ല, കാർഡ്സ് വേണമെന്നില്ല. നമ്പേഴ്സ് എത്ര വരെ ചെയ്യേണ്ടത്? എന്താ എത്ര വരെ എന്ന് വെച്ചാ? ഐ മീൻ എത്ര നമ്പേഴ്സ് ആണ് ചെയ്യേണ്ടത്? ഞാൻ 10 വരെ വെച്ചിട്ടുണ്ട്. 10 വരെ മതി. 2-3 സെറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചെറിയ ക്ലാസ് ആകുമ്പോൾ 2 ഡിജിറ്റ് നമ്പർ 100 വരെയൊക്കെയല്ലേ വേണ്ടി വരുള്ളൂ. അപ്പൊ നമുക്ക് നമ്പർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇത് അടുത്തടുത്ത് വെച്ചാൽ പോരെ. ഇപ്പൊ 12 കാണിക്കണം, 1ഉം 2ഉം വെച്ചാൽ മതിയല്ലോ. ഇപ്പൊ 2 സെറ്റ് ഒക്കെ നമ്പറിന് കിട്ടുവാണെങ്കിൽ നന്നായി. മാം 0 to 9 അല്ലേ? 0 to 9. 10 ഒരുമിച്ച് ചെയ്തു വെച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 1 0 സെപ്പറേറ്റ് ആയാലും പ്രോബ്ലം ഇല്ല. കാരണം 2 ഡിജിറ്റ് വരുമ്പോ സ്പേസ് ഒന്ന് കൂടുന്നത് നല്ലതായിരിക്കും, കുട്ടികൾക്ക് മനസ്സിലാകും 2 ഡിജിറ്റ് എന്നപ്പോ ആ ഒരു വ്യത്യാസം. യുവർ ക്രിയേറ്റിവിറ്റി. ഓക്കെ ഓക്കെ, ദെൻ സൈൻ ഔട്ട് ഉണ്ടോ? അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. Sign out. Experience Nikem and voice sign out by Rishana. Thank you, ma'am. Okay. താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.